INTUC സിന്ദാബാദ്, കെ മുരളീധരൻ സിന്ദാബാദ്, KP തലവൻ സിന്ദാബാദ്, പ്രതിഷേധ ദിനം സിന്ദാബാദ്, KSEB തൊഴിലാളികളുടെ അവകാശ ദിനം സിന്ദാബാദ്, അവകാശ ദിനം സിന്ദാബാദ്, തൊഴിലാളികളുടെ പ്രമോഷനുകൾ, തൊഴിലാളികളുടെ പ്രമോഷനുകൾ, അർഹമായ പ്രമോഷനുകൾ, അർഹമായ പ്രമോഷനുകൾ നൽകാനെന്റെ താമസം കുറ്റം ഇനിയും കോടതിക്കോ, കുറ്റം ഇനിയും കോടതിക്കോ, വർഷം പലത് കഴിഞ്ഞിട്ടും KSEBയുടെ നട്ടല്ലായ വർക്കർമാരെ കാണുന്നില്ലേ, വർക്കർമാരെ കാണുന്നില്ലേ, അവർക്കുമില്ലേ അവകാശങ്ങൾ, അവർക്കുമില്ലേ അവകാശങ്ങൾ, അവർക്ക് വേണ്ടേ പ്രമോഷനുകൾ, കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ അധികാരികളെ, KEC നേടിത്തന്ന INTUC നേടിത്തന്ന കോടതി വിധികൾ നടപ്പിലാക്കൂ, ഇടതന്മാരെ വഞ്ചകരെ, KEC പറയുന്നു, ഒറ്റക്കെട്ടായി പറയുന്നു, KSEBയിലെ അഴിമതികൾ, കടം വരുത്തിയ അഴിമതികൾ ഒന്നൊന്നായി പൊളിച്ചെടുക്കും, കുറ്റക്കാരെ തുറങ്കിലാക്കും, തൊഴിലാളികളെ പറ്റിക്കാനായി, സമരാഭാസം നടത്തിയവരെ, സംയുക്തത്തിന് പേര് പറഞ്ഞ് അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഒത്തുകളിച്ച വഞ്ചകരെ, നിങ്ങളുടെ നാടകം ഇനിയും വേണ്ട, ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ, തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അറിയാമെങ്കിൽ നേടിയെടുത്തവ സംരക്ഷിക്കാൻ KEC ഉണ്ട് ഇവിടെ. റെഗുലേറ്ററി കമ്മീഷൻ, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നീ പരമോന്നത നീതിപീഠങ്ങൾ സംസ്ഥാന വൈദ്യുതി ബോർഡിലെ തൊഴിലാളികൾക്ക് അനുകൂലമായി റെഗുലേഷന്റെ വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പ്രമോഷനുകൾ എത്രയും പെട്ടെന്ന് നടത്തുക, സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 1/4/2013 ശേഷം സർവീസിൽ കയറിയവർക്ക് നോട്ടിഫിക്കേഷൻ റൈറ്റ് പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അനുവദിക്കുക. അതുപോലെ തന്നെ സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ നമുക്കറിയാം 2016 UDF ഈ ഭരണം മതിയാക്കി പോയതിനു ശേഷം അന്ന് ഏകദേശം സംസ്ഥാന വൈദ്യുതി ബോർഡിന് 3000 കോടി രൂപയാണ് കടമുണ്ടായത്. ആ കടം ഇപ്പോൾ ഏകദേശം 12,000 കോടി രൂപയിൽ ചെന്നെത്തിയിരിക്കുന്നു. അഴിമതിയും
സ്വജനപക്ഷപാതവും ഉൾപ്പെടെ ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത് സംസ്ഥാന വൈദ്യുതി ബോർഡിനെ കടക്കണിയിൽ അഴുത്തിയിരിക്കുകയാണ്. ഈ നടപടികളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ അന്വേഷണം നടത്തണം എന്ന് കേരള റെസിഡൻസ് കോൺഫെഡറേഷൻ ANUC ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഹൈഡൽ ടൂറിസത്തിന്റെ കീഴിൽ അതിന്റെ പേരിൽ നടന്ന ഭൂമി തട്ടിപ്പ്, അതിന്റെ പേരിൽ നടന്ന ഭൂമി കുംഭകോണം അത് അന്വേഷിക്കണം. അതോടൊപ്പം 31/12/2013 ശേഷം കയറിയ ജീവനക്കാരുടെ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക. CA റെഗുലേഷൻ 116 അനുസരിച്ച് എല്ലാ ജീവനക്കാരെയും സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നുമായി കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANUC 14 ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ സമരം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വൈദ്യുതി ഭവനിൽ ഈ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഇതിനോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി മാർച്ച് 28, 29 തീയതികളിൽ പൊതുപണിമുടക്ക് നടത്തുകയാണ്. അതിലെല്ലാ തൊഴിലാളികളും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നമ്മുടെ രക്ഷാധികാരിയും MP-യുമായ ശ്രീ K. മുരളീധരൻ അവരാണ് നിർവഹിക്കാൻ പോകുന്നത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ജനറൽ സെക്രട്ടറി UDF-ന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കരൂർ സുരേഷ്, നമ്മുടെ എല്ലാമെല്ലാമായ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സിക്കുൽ ഫ്രാൻസിസ് സാർ, അതോടൊപ്പം സംസ്ഥാന ട്രഷറർ ശ്രീ നസീർ, ശ്രീ യമുന, ശ്രീ ബിജു ഉൾപ്പെടെയുള്ള വിവിധ ഡിവിഷനുകളിൽ നിന്ന് വന്ന നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവം സ്വാഗതം ചെയ്തുകൊള്ളു. ഉദ്ഘാടകനെ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുമുമ്പ് തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANUC വർക്കിംഗ് പ്രസിഡന്റ് ആരാധനായ അഡ്വക്കേറ്റ് സിക്കുൽ ഫ്രാൻസിസ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ സജീവ്, UDF-ന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കരൂർ സുരേഷ്, KC-യുടെ സംസ്ഥാന ട്രഷറർ ശ്രീ നസീർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീമതി യമുന, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സലീം, ജില്ലാ സെക്രട്ടറി ശ്രീ ബിജു, ശ്രീ അശോകൻ, കോൺഫെഡറേഷന്റെ വൈദ്യുതി ഡിവിഷന്റെ സെക്രട്ടറി ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ വാഹിദ്, ശ്രീ നിയാമതി, ഷാജഹാൻ, സുരേഷ്, വിവിധ ഡിവിഷൻ ശ്രീ അനിൽ, വിവിധ ഡിവിഷനിലെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇന്നിവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആധാരമായിട്ടുള്ള വിഷയം നിരവധിയാണ്. കഴിഞ്ഞ 6 വർഷമായി ഈ സ്ഥാപനത്തിൽ നിരവധി സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANUC. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു വിശദീകരണത്തിന്റെ സാഹചര്യം നമുക്കറിയാം. നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടു, ഈ വൈദ്യുതി ഭവന്റെ അങ്കണം സമരക്കാഹളം ആയി. സമരം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ നമ്മുടെ അവകാശമാണ്. സമരം ചെയ്യുന്നവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. അവർ സമരം ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ അവർ ഇപ്പോൾ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ സ്ഥാപനത്തിലെ നിരവധി വിഷയങ്ങൾ, തൊഴിലാളികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഉള്ളപ്പോൾ ആ വിഷയങ്ങളൊന്നും ചൂണ്ടിക്കാണിക്കാതെ കേവലം വെടിവെക്കാൻ അറിയാവുന്ന പോലീസ് വേണോ, വെടിവെക്കാൻ അറിയത്തില്ലാത്ത പോലീസ് വേണോ എന്നുള്ള ഒരു വിഷയത്തിന്റെ പേരിൽ തൊഴിലാളികളെ വഴിയിലെത്തും. വൈദ്യുതി ഭവനിൽ കാവല് നിൽക്കാൻ ഇപ്പോൾ കുറെ റിട്ടയർ ചെയ്ത പട്ടാളക്കാരുണ്ട്. അവർ ശരിക്കും വെടിവെക്കാൻ അറിയുന്നവരാണ്. പട്ടാള ക്യാമ്പിലൊക്കെ തോക്കെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളവരാണ്. ഇനി അത് വേണോ? കേരള പോലീസിൽ നിന്നുള്ളവർ വേണോ? അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞങ്ങളുടെ സംഘടന ഞങ്ങളൊരു നിലപാടെടുത്തു. നിലവിലുള്ളവരെ ആരെയും രക്ഷപ്പെടാൻ പാടില്ല. കാരണം
ലാഭമാണ്. എന്നാൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഇവിടെ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെ വെക്കുന്നതിന് അത് ജീവനക്കാർക്ക് ഈ സ്ഥാപനത്തിനകത്ത് കയറുന്നതിന് തടസ്സമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അതിനൊന്നും എതിരില്ല. ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾക്ക് പിണറായിയിലെ പോലീസിനെ പേടി എന്ന് പറഞ്ഞാൽ പിന്നെ പേടിയില്ലാത്തവരാരാണ് കേരളത്തിൽ? പിണറായിയിലെ പോലീസിനെ പേടിയെന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും ഈ സ്ഥാപനത്തിലെ കാതലായ വിഷയമല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ മന്ത്രി മണി അദ്ദേഹം ഒരു കാര്യം പറയുണ്ടായി. താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ വേറെ ഒരു ഇച്ചീച്ചി സാധനം കേറിയിരിക്കുന്നു. അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ അങ്ങോട്ട് പറയുകയാണ്, അദ്ദേഹം ഇരിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം ഇരിക്കാതിരുന്നപ്പോൾ വേറൊരു വ്യക്തി കയറിയിരുന്നതിന്റെ അനന്തര ഫലമാണ് ഇവിടെ കണ്ട സമരവും ഇന്നിപ്പോൾ നമ്മൾ നടത്തേണ്ടി വന്ന ഈ സമരവും. അദ്ദേഹം ചിലപ്പോൾ ബാത്റൂമിൽ പോയ സമയത്തൊക്കെ വേറെ ഒരു കസേര കയറിയിരുന്നു. ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 5 വർഷം നടന്ന അഴിമതിയും KSEB ഉണ്ടായ നാൾ മുതൽ 2016 വരെ ഉണ്ടായിരുന്ന കടം 3000 കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ 12,000 കോടിയിലെത്തി നിൽക്കുകയാണ്. പുരപ്പുറ സോളാറിന്റെ പേരിൽ KSEBയുടെ സ്വത്തുക്കൾ കേരളത്തിലെ വിവിധ വീടുകളുടെ മേൽക്കൂരകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഞങ്ങളത് ഇപ്പോൾ വന്ന ചെയർമാനോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒരു 5-5.5 വർഷം ഇവിടെ ഒരു ചെയർമാനും ഫിനാൻസ് ഡയറക്ടറും എല്ലാം ഒറ്റയാൾ വാഴുകയായിരുന്നു. അയാളെ വെച്ചുകൊണ്ട് ഇവിടെ കച്ചവടങ്ങൾ നടത്തി. പുതിയ ചെയർമാൻ വന്നപ്പോൾ അദ്ദേഹം ഫിനാൻസ് ഡയറക്ടർ സ്ഥാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തു. ഇതാ ഇപ്പൊ പുറത്തുനിന്ന് മറ്റൊരാളെ കൊണ്ടുവന്നു. സ്വാഗതമാർഗം. ഞങ്ങൾ ചെയർമാന്റെ ആൾക്കാരൊന്നുമല്ല ചെയർമാനെ നിയമിച്ചു തരുന്ന പക്ഷെ ഗവൺമെന്റാണ്. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതെന്ന് പറയും, മോശം ചെയ്താൽ ഞങ്ങൾ എതിർക്കും. തർക്കമൊന്നും വേണ്ട. ഈ SIS വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഇറക്കിയ FTD ഉത്തരവിൽ ദൂരെ നിന്ന് വരുന്നവർ അകത്ത് കയറണമെങ്കിൽ ഹെഡ് ഓഫ് ഓഫീസിന്റെ സാങ്ഷൻ വേണമെന്നുണ്ടായിരുന്നു. ഞങ്ങളാണ് ഇടപെട്ടത്. അത് മാറ്റി അദ്ദേഹം കാര്യം ഉൾക്കൊണ്ടു, പരിവർത്തനം ഇറക്കി. ആ പരിവർത്തനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ചെയർമാനെ മന്ത്രിയെ മാറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ ഇന്നലെ CPM സമ്മേളന വേദി ഇവിടെ നിന്നും 12 പേര് ഒരു ഫയലുമായിട്ട് പോയി. അവിടെ ഉറക്കളച്ച് രാത്രിയൊക്കെ ഉറക്കളച്ച് നിന്ന് ചെയർമാനെ മാറ്റാൻ പോയി അവർ തിരിച്ചു വന്നത് ഇന്നലെ നിങ്ങൾ പത്രം വായിച്ചതാണ്. തൊഴിലാളി സംഘടനകൾ തിരുത്തണം, പിണറായി വാങ്ങിയിരിക്കുക, വടി കൊടുത്ത് അടിമേടിച്ചിരിക്കുക. അദ്ദേഹം നമ്മളോട് പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കാര്യം നോക്കാൻ നമുക്കറിയാം. അവരോടാ പറഞ്ഞത്. എങ്കിൽ പോലും തൊഴിലാളി സംഘടനകൾ തിരുത്തണം എന്നുള്ള ഒരു ഉത്തരവും മേടിച്ചുകൊണ്ട് ഇവിടുത്തെ സഹാക്കളിത വായു ചുരുട്ടി ഇവിടെ വന്നു. ഞങ്ങൾക്ക് വിഷമമുണ്ട്. നമ്മുടെ എത്ര കക്ഷികളാണെങ്കിൽ പോലും മറ്റു സംഘടനകളാണ്. സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ വിഷയത്തിൽ സംഘടനകൾ ശക്തമായിരിക്കണം. അല്ലാതെ CIK മുഴുവൻ പിരിച്ചുവിട്ട് ഞങ്ങളിലേക്ക് വരണമെന്നൊന്നും അഭിപ്രായമുള്ളതൊന്നുമല്ല ഞങ്ങൾ. അപ്പൊ സംഘടനകളുടെ ശക്തി ക്ഷയിച്ചത്, ശക്തി ഇല്ലാതാക്കിയത്, അവരുടെ ആർജവം കലർന്നത് അവർ തന്നെയാണ്. അപ്പൊ ഇതാ പുതിയ വിഷയമായി വന്നിരിക്കുന്നു. CA റെഗുലേഷനുമായി ബന്ധപ്പെട്ട ഫീൽഡ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഒരു റെഗുലേഷൻ ഇറക്കിയിരുന്നേ ഉള്ളൂ. ആ റെഗുലേഷൻ 6 പറയുന്നത് സേഫ്റ്റി സംബന്ധിച്ച് ഉറപ്പാക്കണമെന്നാണ്. അല്ലാതെ IT എടുത്തവരുടെ സേഫ്റ്റി കിട്ടുമെന്നോ, IT എടുത്തയാളുടെ ലൈനെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ കറണ്ട് അടിക്കില്ല എന്നൊന്നും ആരും എവിടെ പറഞ്ഞിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഡിപ്ലോമ എടുത്താലേ സൂപ്പർവൈസർ ആകാൻ പറ്റുള്ളൂ എന്നല്ല. സേഫ്റ്റിക്ക് ഒരു ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ അവരങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലിക്ക് കയറിയ ജീവനക്കാരൊക്കെ അവർ PSC വിളിച്ച ക്വാളിഫിക്കേഷൻസ് വന്നവരാണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ച ടെസ്റ്റ് എഴുതി വന്നവരാണ്. അല്ലാതെ ഒരു കമ്പനി വിളിച്ച ടെസ്റ്റ് എഴുതി വന്നവരല്ല. KSEB വിളിച്ച ടെസ്റ്റ് എഴുതി വന്നവരാണ്. അപ്പൊ KSEB ഉണ്ടായിരുന്ന സർവീസ് കണ്ടീഷൻസ് അവർക്ക് ബാധകമാണ്. അപ്പൊ CA റെഗുലേഷന്റെ വിധി വന്നപ്പോൾ ഇപ്പോൾ 31/2013 ശേഷം വന്നവർക്ക് പ്രമോഷൻ കൊടുത്താൽ ലോകം ചെയ്യുന്ന പറയും. ഉന്നത അധികാരികളോട് ഞാൻ ചോദിക്കുകയാണ്, KSEBക്ക് ഏതാണ്ട് 2000 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാക്കിയ
K4 പദ്ധതിയുടെ ടെക്നിക്കൽ സാങ്ഷൻ നിങ്ങൾ വാങ്ങുന്നതെന്നാണ് ടെൻഡർ വിളിച്ച് പണി തുടങ്ങിയതിന് ശേഷമാണ്. അത് റാറ്റിഫൈ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ പല കാര്യങ്ങളും റാറ്റിഫിക്കേഷനാണ്. അപ്പോൾ നിസാരം കേവലം വർക്കേഴ്സിന്റെ പ്രൊമോഷൻ, 24 മണിക്കൂറും ജോലി ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വർക്കേഴ്സ്, ലൈൻമാൻ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുടെ പ്രൊമോഷൻ 10 വർഷമായിട്ട് പ്രൊമോഷൻ കാത്തു കിടക്കുകയാണ്. ഗ്രേഡ് കിട്ടാറായി, ഇനി പ്രൊമോഷൻ കിട്ടുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അവരുടെ പ്രൊമോഷന്റെ വിഷയത്തിൽ പറയുന്നു ഗവൺമെന്റ് ഓർഡർ ഇറക്കണം. ഈ ഗവൺമെന്റ് ഓർഡർ ഇറക്കണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷവും നമ്മൾ ആവശ്യപ്പെട്ടു. ഈ വൈദ്യുതി ഭവനിൽ നിന്നും ഒരു പേപ്പർ നടന്നുപോയി സെക്രട്ടേറിയറ്റിൽ പോയിട്ട് തിരിച്ചു വന്നാലും ഓർഡർ ഇറങ്ങാൻ ഒരാഴ്ച മതി. ഇപ്പൊ 1.5 വർഷമായി. ഇപ്പൊ പറയുന്നു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയാൽ പ്രൊമോഷൻ ഇറക്കാൻ പറ്റും. ചില ബുദ്ധിജീവികൾ പറയുന്നു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയാലും പറ്റൂല എന്ന് പറയുന്നു. ഞങ്ങൾ പറയുന്നു ഈ വിഷയത്തിൽ ഈ ശ്രേയ റെഗുലേഷൻ എന്ന് പറയുന്ന വിഷയം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി റെഗുലേറ്ററി കമ്മീഷനിൽ കൊടുത്ത പരാതിയാണ് ഇതിന്റെ എല്ലാം തുടക്കം. അത് റെഗുലേറ്ററി കമ്മീഷനിൽ വാദം നടന്നു. ആ വാദത്തിൽ നേരിട്ട് വാദിച്ച ആൾ ഞാനാണ്. INTUCക്ക് വേണ്ടി ഞാനവിടെ ഹാജരായി വാദിച്ച ആളാണ്. ഈ വിഷയത്തിൽ തുടക്കം മുതലുള്ള ആരും കൂടി ഇപ്പൊ ഈ സ്ഥാപനത്തിലില്ല. അപ്പൊ അവിടെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത് നിലവിലുള്ളവരെ സംരക്ഷിക്കാം, ഇനിയുള്ള നിയമനത്തിൽ ജാഗ്രത പാലിക്കണം, അതേ പറഞ്ഞിട്ടുള്ളൂ. ആ റെഗുലേറ്ററി കമ്മീഷന്റെ വിധിയെ സ്റ്റേ ചെയ്യുകയോ ഒന്നും ഹൈക്കോടതി ചെയ്തിട്ടില്ല. ഹൈക്കോടതി വിധി അപ്പാടെ സ്വീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. അപ്പൊ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് 29/12/2016 ഉത്തരവ് വന്നെങ്കിൽ 17-ലോ 18-ലോ നിലവിലുള്ളവരെ സംരക്ഷിച്ചുകൊണ്ട് ഉത്തരവിറക്കേണ്ടിയിരുന്നു ഗവൺമെന്റ് ഉത്തരവ്. അതല്ല, ഇനിയുള്ള ക്വാളിഫിക്കേഷൻ ഞങ്ങൾക്ക് പറ്റില്ല, പഴയത് മതിയെന്നുണ്ടെങ്കിൽ കമ്മീഷന്റെ വിധിക്കെതിരെ അപ്പീൽ പോകണമായിരുന്നു. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിനെതിരെ എതിർകക്ഷികൾ ആപ്റ്റലിൽ പോയപ്പോൾ അവിടെയും കേസ് നടത്തിയത് INTUC മാത്രമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്, നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞുകൊണ്ട് ഫീൽഡ് ജീവനക്കാരെ അസംതൃപ്തരാക്കാനും അതുവഴി KSEBയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുവാനും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് വരുത്തി തീർക്കുവാനും കടക്കണിയിലാക്കുവാനുമാണ് ശ്രമമെങ്കിൽ അതിന്റെ പരിണത ഫലം വേറെയായിരിക്കും. അപ്പോൾ ഇവിടെ നിയമത്തിന്റെ നൂലാമാല പറഞ്ഞുകൊണ്ട് ഈ പ്രൊമോഷനുകൾ തടഞ്ഞു വെക്കുകയാണെങ്കിൽ അടുത്ത പണി ഞങ്ങൾക്കറിയാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അതിവിടെ വഴിക്കടന്ന് ഉരുളുന്ന പണിയൊന്നുമല്ല. ആഫീസർമാരുടെ ഓടിക്കണം. ആഫീസർമാർക്ക് പണി പറ്റത്തില്ല എന്ന് ഇവര് തന്നെയാണ് ഉത്തരവിറക്കിയത്. എനിക്കെതിരെ മേടിച്ചൊരു ഉത്തരവാണ്. ആ ഉത്തരവെടുത്താണ് ഇപ്പൊ ചെയർമാൻ അവർക്കെതിരെ പ്രയോഗിച്ചു. താൻ കുറ്റപുരി താൻ തന്നെ ചാടി നേടുകയും. ഇവിടെ ഇവർക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഒരു ഓഫീസർ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ബോർഡിന്റെ വണ്ടി എടുത്തുകൊണ്ട് സ്വൈരവിഹാരം തിരുവനന്തപുരം വൈദ്യുതി ഭവൻ. നിങ്ങൾ ഞെട്ടരുത്, നിങ്ങളൊന്നും നാളെ ഒന്നും കാണിക്കരുത്. ഒരു കാഷ്യർ ഒരു ദിവസം താമസിച്ചു കഴിഞ്ഞാൽ ഫൈന വരുന്ന സ്ഥാപനമാണിത്. 10-10-ന് 10-20 കഴിഞ്ഞാൽ വരയ്ക്കുന്ന സ്ഥാപനമാണിത്. പനിയായിട്ട് 2 ദിവസം വരാൻ പറ്റി, എയെ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇടുന്ന സ്ഥാപനമാണിത്. അവിടെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ KSEBയുടെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നു. വൈദ്യുതി ഭവൻ AKG സെന്റർ. ഈ ഡ്രൈവർ പാവപ്പെട്ടവനായിട്ട് പുള്ളി സത്യം എഴുതി വെച്ചതിനാണ്, അല്ലെ പുറത്തറിയുന്നില്ല. AKG സെന്റർ ടു യൂണിയൻ ഓഫീസ്. നമ്മൾ നാളെ ചെയർമാൻ കത്ത് കൊടുക്കാൻ പോവാ. നമുക്കെല്ലാവരും വണ്ടി വേണം ബോർഡിൽ. സജീവ നിങ്ങളൊക്കെ ഒരു വണ്ടിക്ക് ചോദിച്ചോളൂ, നമുക്ക് രാവിലെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പിന്നെ അതുപോലെ 5 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ നിന്നും മറ്റൊരു സ്ഥലമുണ്ട്, ചാക്കിട്ടുപാറ. ചക്കിട്ടുപാറ എന്ന യഥാർത്ഥം ഞാൻ പറയുന്നത് ചാക്കിട്ടുപാറ എന്ന കൈ, പേരാൻ പറയുന്നത് കോഴിക്കോട്. മാസം 10,000 രൂപയും പെട്രോൾ എടുത്ത് നമുക്ക് പോവാം. LDFന്റെ ഒരു നയമുണ്ട്, എല്ലാം ശരിയാക്കാം. അതിന് പോയതാണ് അവർ പറയുന്നത്. അങ്ങനെ ഏതാണ്ട് കഴിഞ്ഞ 5 വർഷം കൊണ്ട് 70,000 കിലോമീറ്റർ വേറെ ചിലർ ഓടിയിട്ടുണ്ട്.
അതൊക്കെ പിന്നാലെ പതുക്കെ പറയും. ഹോങ്കോങ്ങിൽ പോയ ആൾക്കാരുണ്ട്. ഹോങ്കോങ് എന്ന് പറയുമ്പോൾ ലേഡീസ് ഒക്കെ ഇരിക്കുന്നു ഞാൻ പറയുന്നില്ല സ്ഥലത്തെ കുറിച്ച്. അവിടെ പോയിട്ടുണ്ട്. സ്മാർട്ട് മീറ്ററെ കുറിച്ച് പഠിക്കാനാണ് പോയത് സാമാന്യം. നിങ്ങളൊക്കെ കണ്ടം വിടുക അല്ലേ? ലൈമാനും കണ്ടം വിടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവര് രാവിലെ തൊട്ട് പോഷയെ കയറിക്കൊണ്ടിരിക്കുക. പോഷയെ കയറുന്നതാണെങ്കിൽ തെന്നിയാലും മെമ്മോയാണ്. ഒരാൾ പോഷയെ കയറുന്നതാണെങ്കിൽ തെന്നി വീണാലും അവർക്ക് മെമ്മോ കിട്ടും. എനിക്കറിയാം. ഏതോ ഒരു കേസിൽ ആറ്റിങ്ങനെ സബ് എഞ്ചിനീയർ ആ വഴിയേ പോയതേ ഉള്ളൂ. അവരെ സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ആക്സിഡന്റ് ഉണ്ടായി അവർ അറിഞ്ഞു പോലില്ല. വഴിയെ നടന്നു പോയതോ. നടന്നു എന്നാ പിന്നെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഇരിക്കട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ സാറന്മാർ. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിലാണ് തോന്നിയ ദിവസം നടക്കുന്നത്. അതുപോലെ NBS-ഉമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാരുടെ പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞിട്ട് ഇവിടുത്തെ അഴിമതിയിലേക്ക് വരാം. ഈ അഴിമതി മുഴുവൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടുത്തെ കാര്യം മുഴുവൻ പറയാൻ 3 മണിക്കൂർ വേണം. 3 മണിക്കൂറില്ലാതെ പറയാൻ പറ്റത്തില്ല. വർക്കേഴ്സിന് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരാണ് 162 അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെ സൂപ്പർ ന്യൂമറായിട്ട് നിയമിച്ചത്. അത് ഒരാള് എത്ര കൊടുത്തു എന്ന് പറഞ്ഞ റെക്കോർഡിങ് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളെ കേൾപ്പിച്ചു. വർക്കേഴ്സിന് പ്രൊമോഷൻ കൊടുത്താൽ KCB നഷ്ടത്തിലാണ്. പക്ഷേ 172 AEമാര് സൂപ്പർ ന്യൂമറി എന്ന് പറഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞെന്ന് പറഞ്ഞോളാം വരാൻ പോകുന്ന ഒഴിവിലേക്ക് നിയമനം നടന്നതാണ്. ഭയങ്കര കണ്ടുപിടുത്തമാണ്. ഇൻ സർവീസ് കോട്ട എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ INTUC കേസ് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് അത് തടഞ്ഞത്. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. 1/4/2013 ശേഷം KCB വന്ന ജീവനക്കാർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. നമ്മളല്ല പറയുന്നത്, സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. കാരണം അവരൊക്കെ KCB-യിലേക്കുള്ള ടെസ്റ്റ് എഴുതി വന്നവരാ. അവര് PSC പരീക്ഷ എഴുതി വന്നവരാ. 10ാം ക്ലാസ് പാസ്സാകാത്ത സ്വപ്ന സുരേഷിനെ സ്പേസ് പാർക്കിൽ നിയമിച്ചവരാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്പേസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുള്ളത് മറ്റേ റോക്കറ്റ് ഒക്കെ കത്തിച്ച് വിടും, അവിടുന്ന് കാലാവസ്ഥയൊക്കെ പഠിക്കുന്നത്. റോക്കറ്റ് വിടുന്ന സ്ഥലമാണ്. അവിടെ 10ാം ക്ലാസ് പാസ്സാകാത്ത കുട്ടി പോയി ഇത് പാസ്സായി എന്ത് ചെയ്യും? അവിടെ ഫിസിക്കൽ വർക്കൊന്നുമില്ല, ഇതെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ വർക്കേഴ്സ് അങ്ങനല്ല. ബോർഡ് പറഞ്ഞ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവര് പരീക്ഷ എഴുതി ടെസ്റ്റ് പാസ്സായി ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിക്ക് വന്നവരാ. അവരെ വിളിച്ചത് KSEB-യാണ്. KSEB വിളിക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനാണ് പറയുന്നത് നോട്ടിഫിക്കേഷൻ റൈറ്റ്. ആ റൈറ്റ് പ്രകാരം കൊടുക്കാവുന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ഇവിടെ ഞങ്ങളല്ലാതെ മറ്റ് 2 അംഗീകാരമുള്ള സംഘടനകൾ കൂടിയുണ്ട്. അവരൊരു കത്ത് പോലും ബോർഡിന് കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ. നമ്മൾ കൊടുത്തു. മറുപടി കിട്ടാൻ വന്നപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ബോർഡിനോട് പരിഹരിച്ച് ഉത്തരവിറക്കാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? മടക്കി നിർത്തി. രണ്ടാമത് വീണ്ടും നമ്മൾ കേസ് കൊടുത്തു. ആ കേസിന്റെ മറുപടി ബോർഡ് ചെയർമാൻ പോലും അറിയാതാണ് ഇവിടുത്തെ സാറന്മാർ കൊടുത്തത്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടിട്ട് ബോർഡ് ചെയർമാനെ അറിയിക്കാതെ മറുപടി കൊടുക്കാൻ പാടില്ല ഉത്തരവാദിത്തപ്പെട്ട കാര്യത്തിൽ. അതിന് സമാധാനം പറയേണ്ടി വരും ആരാണെങ്കിലും. അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അവകാശമുണ്ട്. ഏതായാലും വാദം നടന്ന് ഇന്നലെ അടുത്ത ആഴ്ച കൊണ്ട് അതിന്റെ ഒരു തീരുമാനമാണ്. അപ്പൊ ഇവിടെ ട്രാൻസ്ഫറിന്റെ വിഷയം KSEB അടുത്തിറക്കി. ഞാനല്ല കേട്ടോ, ബോർഡിന്റെ വെബ്സൈറ്റ് അപ്ഡേറ്റഡ് ആണ്. KSEB ഓർഡർ ഇറക്കി. വായിച്ചു അത്. നമ്മൾ കൊണ്ടോട്ടെ പറയുന്നുണ്ട്. ബോർഡ് ഓർഡർ ഇറക്കി. ബോർഡിന്റെ വെബ്സൈറ്റ് ഔട്ട്ഡേറ്റഡ് ആണ്. വർഷം 12 കഴിയേണ്ടി ഒന്ന് മനസ്സിലാക്കാൻ. അതാണ് ഇവരുടെ സിദ്ധാന്തം. ഇന്നിപ്പോ കണ്ടില്ലേ TP ശ്രീനിവാസൻ, ഉന്നത വിദ്യാഭ്യാസ അദ്ദേഹം നിർദ്ദേശം കൊടുത്ത് പാവത്തെ വഴിയിട്ട് എന്തെല്ലാം ചെയ്തു. ഇപ്പൊ പറയാ ഇന്നലെ സമ്മേളനത്തിൽ തീരുമാനം എടുത്തിരിക്കുക 12 വർഷം. കമ്പ്യൂട്ടർ വന്നപ്പോൾ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ചു. ഇപ്പൊ പുതിയ സഹാക്കൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? പുതിയ വീട്ടിൽ കമ്പ്യൂട്ടർ വെക്കുമ്പോൾ മറ്റേ മുടി നീക്കിയ പുള്ളിയുടെ ഫോട്ടോ മറച്ചു വെച്ചിട്ട് കമ്പ്യൂട്ടർ വേറെ സ്ഥലത്താണ് വെക്കുന്നത്. കാരണം പുള്ളി കണ്ടാൽ ചിലപ്പോൾ വഴക്കുറയും. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ കാലം മാറി. 12 വർഷം കഴിയും. 12 വർഷം കഴിഞ്ഞാണ് ഇവർ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇവിടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് പുതുക്കാൻ ബോർഡ് ഓർഡർ ഇട്ട് അത് പുതുക്കാൻ പോവാം. പുതുക്കാതിരിക്കും. നമ്മൾ ശരിയല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
ഓൺലൈൻ ട്രാൻസ്ഫറിന്റെ പ്രോഗ്രാം ഞാൻ പണ്ട് തൊട്ടേ പറയുന്നു അത് ഓൺലൈനാണ്, OWL ലൈനാണെന്നും അത് ഓഫ്ലൈൻ ആക്കിയിട്ടാണ് ചെയ്യുന്നതെന്നും പണ്ട് തൊട്ടേ നമ്മൾ പറയുന്നു. ഒരു പ്രോഗ്രാമിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. സിസ്റ്റം അനാലിസിസ്, സിസ്റ്റം സ്റ്റഡി ഒക്കെ നടത്തി അവസാനത്തെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ടെസ്റ്റിംഗ്. നമ്മുടെ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്തിട്ടില്ല, ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. അപ്പൊ അതൊക്കെ വന്നപ്പോഴത്തേക്കും ഇവിടെ അതൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. മാനേജ്മെന്റ് തലത്തിൽ കുറെ വിവരമുള്ള ആൾക്കാർ വന്നപ്പോൾ അവരും ശരിയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്കെതിരെ സമരം ചെയ്തത്. ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാ പറയുന്നത്. ചീഫ് എഞ്ചിനീയർക്ക് BP കൂടുന്നു, ഡെപ്യൂട്ടി സിക്ക് പനി വരുന്നു, ലീവ് എടുക്കുന്നു. ഒന്ന് ആലോചിച്ചു, ഒരു പ്രോഗ്രാം വരുത്തി വെച്ച വിനയാണ് സോഫ്റ്റ്വെയർ ഡിസീസ് എന്നായി പറയുന്നത്. മറ്റേ വൈറസ് അല്ല, ഈയിടെ സിഇക്കൊക്കെ പനി വന്നത് ആ ഡിസീസ് അല്ല, സോഫ്റ്റ്വെയർ ഡിസീസാണ്. സോഫ്റ്റ്വെയറിനകത്തൂടെ നമുക്ക് ബാക്ക് എൻഡിൽ കൂടെ ചെയ്യാനുള്ളത് സിഇക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇവര് തന്നെ എല്ലാം ചെയ്തെന്ന് കൊടുക്കുക. അപ്പൊ കഴിഞ്ഞ 6 വർഷമായിട്ട് ട്രാൻസ്ഫർ വ്യക്തതയോടെ നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഓൺലൈൻ ട്രാൻസ്ഫർ കുറവാക്കി. ഇവിടെ ജീവനക്കാർക്കെല്ലാം ചെയർമാൻ ഒരു ടീഷർട്ട് കൊടുക്കുന്നു. നമ്മൾ അതിനെ നിർത്തുന്നില്ല. ചെയർമാൻ ടീഷർട്ടോ ചുരിദാറോ പാൻസോ പൈജാമ കൊടുത്താലും നമുക്ക് എതിർപ്പൊന്നുമില്ല. കാരണം ഓരോരു സന്തോഷമായിട്ട് നമുക്ക് തന്നാൽ, നമ്മൾ UDF സർക്കാരിന്റെ കാലത്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും കൊടുത്തല്ലോ. പണ്ടൊരിക്കൽ കേന്ദ്രത്തിൽ നിന്നും ഒരു അവാർഡ് കിട്ടിയപ്പോൾ 500 രൂപ എല്ലാ ജീവനക്കാർക്കും കൊടുത്തല്ലോ. ആ ടീഷർട്ട് യൂണിഫോം മാറ്റാനൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വന്നതല്ല, പക്ഷെ പറഞ്ഞ വസ്തുതാപരമായിട്ട് കേട്ടവരാണ് ഞാൻ. യൂണിഫോം മാറ്റാൻ ശ്രമിച്ചത് 2016 ഭരണത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ നിർദ്ദേശപ്രകാരം മാറ്റാൻ ഒരു ശ്രമം നടത്തി. KSRTCയിലെ വരെ പളുകൊള്ളാന്നിരിക്കുന്ന തുണി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പൊ പാവപ്പെട്ട KSRTCക്കാർ പറയുന്നുണ്ട്, ഞങ്ങൾ ഡ്യൂട്ടിയും കഴിഞ്ഞ് രാത്രി വല്ല ലോറിക്കും കൈ അടിച്ച ഒരിക്കലും കയറ്റില്ല. പണ്ടായിരുന്നെ കാക്കി കണ്ട് കയറ്റുമായിരുന്നു. ഇപ്പൊ അവര് വഴിയാധാരമാണ്. അപ്പൊ ആ ഇതിൽ നിൽക്കില്ലേ. അപ്പൊ യൂണിഫോം മാറ്റാൻ ഒരു നിർദ്ദേശം വന്നിരുന്നു, ഇപ്പോഴല്ല. 2016 അന്ന് ഞങ്ങൾ അതിനെ എതിർത്തു. ഉള്ളതുപോലെ പറയാമല്ലോ, മറ്റ് 2 അംഗീകാര സംഘടനയും അതിനെ എതിർത്തു. നമ്മളത് മടക്കി വെച്ചു. യൂണിഫോം ഒരു ചെയർമാനോ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അതിനൊക്കെ ചില റൂൾസും റെഗുലേഷനൊക്കെ ഉണ്ട്, ID ആക്ട് അനുസരിച്ച്. ഇപ്പൊ ഇവര് പറഞ്ഞു ഇവരോട് ചോദിക്കാതെ ടീഷർട്ട് കൊടുത്തതൊക്കെ പ്രശ്നമായി. ഇവരോട് ചോദിക്കാതെ ടീഷർട്ട് കൊടുത്തു, അതാണ് വിഷയം. അപ്പൊ അങ്ങനെ ഇപ്പൊ CA റെഗുലേഷന്റെ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുമോ? ഇവരിപ്പോ പറയുന്ന കോടതി വിധിക്കാത്ത വ്യക്തമല്ലെന്ന്. കോടതി വിധിക്കാത്തെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രമോഷൻ കൊടുക്കുന്നതിന് എന്റെ തർക്കമെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വീണ്ടും പ്രശ്നമാണ്. പണ്ടൊരു സാറ് ഒരു കുട്ടിയോട് ചോദിച്ചു, നീ പരീക്ഷ എഴുതിയോ, എക്സാം എഴുതിയോ, അവന്റെ പേപ്പർ കാണാമെന്ന് ചോദിച്ചതാണ്. അപ്പൊ കുട്ടി പറഞ്ഞു, അവൻ സത്യസന്ധനായിരുന്നു, നമ്മുടെ മുമ്പിലത്തെ ഡ്രൈവറെ പോലെ. പുള്ളി നേരെ എന്റെ AK സെന്റർ എഴുതി വെച്ചാൽ കുട്ടി പറഞ്ഞു, സാർ ഞാൻ കോപ്പി അടിച്ചു. സാർ ചോദിച്ചു, നിന്നോട് ഞാൻ പരീക്ഷ എഴുതിയോന്നല്ലേ ചോദിച്ചു. അതേ സാർ ഞാൻ പരീക്ഷ എഴുതിയത് കോപ്പി ആയിട്ടാണ് എഴുതിയെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു സത്യസന്ധമായിട്ട്. അതുപോലാണ് ഇവിടെ വിവരാവകാശം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി തരുന്നത്. നമുക്ക് നിങ്ങളുടെയൊക്കെ വാക്സിൻ ചലഞ്ച് എന്ന് പറഞ്ഞ് ഒരു ദിവസം ശമ്പളം പിടിച്ചോണ്ട് പോയി. വാക്സിൻ ചലഞ്ച് പിടിച്ചോണ്ട് പോയത്, ആ വാക്സിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസിൽ എഴുതി ചോദിച്ചു. RI ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാർ വാക്സിൻ ചലഞ്ച് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടിയാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വാക്സിൻ ചലഞ്ച് എന്ന പേരിൽ 2020-2021 വർഷത്തിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും സർക്കാരിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ എല്ലാ ജീവനക്കാരിൽ നിന്നുമായി സ്ഥാപനം മുഖേന സംഭാവന അഭ്യർത്ഥിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവുകളോ സർക്കുലറുകളോ പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പം നിങ്ങളെല്ലാം കിട്ടിയാക്കി, നിങ്ങളെല്ലാം ഞങ്ങൾ അംഗീകാരമുള്ള യൂണിയൻകാരെ ആദ്യം കിട്ടിയാക്കി. സർക്കാർ എന്ന കത്താണ്. വാക്സിൻ ചലഞ്ച് കേരളത്തിൽ ഇല്ലാന്ന് സർക്കാരാ പറയുന്നത്. അപ്പൊ ഞാൻ വിവരാവകാശ പ്രകാരം ഇവിടെ ഒരു ചോദ്യം ചോദിച്ചു, നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയ വാക്സിൻ ചലഞ്ച് പൈസ അടച്ചോ?
എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരവാ അടച്ചില്ല എന്നല്ലേ പറയണ്ടേ. അതിന് പറയുന്നത് ഞങ്ങൾ അത് വക മാറ്റി ചെലവാക്കിയെന്ന. അത് വീണ്ടും കുറ്റമാണ്. എനിക്കൊരു വഴി കൂടെ തന്നിരിക്കുക. ഞങ്ങൾ വക മാറ്റി ചെലവാക്കി. നമുക്കിപ്പോ CA റെഗുലേഷൻ ഇല്ലാന്ന് പറയുന്നു. പാവപ്പെട്ട നമ്മുടെ ഫീൽഡ് സ്റ്റാഫിനെ കുറ്റം പറയുന്നു. വലിയ ആൾക്കാരെ എഴുതി തരുന്നത് ഞങ്ങൾ വക മാറ്റി ചെലവാക്കി. അതിന് സമാധാനം പറയണം, അല്ല പ്രധാനമില്ല. ഈ പൈസ തിരിച്ചു തരണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ നമ്മളിപ്പോ ഇവിടെ ഓരോരാളോ കാര്യങ്ങൾ ഓർഡർ പ്രധാനപ്പെട്ട ഓർഡറൊക്കെ ഇറക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാര്യം പറയാ, നിങ്ങളുടെ ആ ജൂൺ മാസത്തിൽ പിടിച്ച പൈസ ഉണ്ടല്ലോ, ആ പൈസ ഫോം 16 അടച്ചെന്ന് പറഞ്ഞ് തന്നാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഇരിക്കുന്നവരാരുടെ മനസ്സിലാവും. അടയ്ക്കാത്ത പൈസ അടച്ചെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ ഫൈൻ വന്നാൽ നിങ്ങൾ സമാധാനം പറയണോ അവര് പറയുമോ? ഒപ്പിടുന്ന ARI ഓഫീസർ പറയുമോ? അപ്പൊ വാക്സിൻ ചലഞ്ചിന്റെ പേരിൽ പിടിച്ച പൈസ അടച്ചിട്ടില്ല. യൂണിയനുകളെ വിളിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ആദ്യം എതിർത്തെങ്കിലും നമ്മൾ സമ്മതിച്ചു പിന്നീട്. കാരണം പാവപ്പെട്ടവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കാനില്ല. നമ്മുടെ ആൾക്കാർ കമ്മിറ്റി കൂടി ഇപ്പൊ പറഞ്ഞതാണ്, ശമ്പളം കിട്ടുന്നില്ല നമുക്കൊക്കെ, നമ്മളെന്നെ എതിർക്കണ്ട. രണ്ടാമത് നമ്മൾ എതിർത്തില്ല. അങ്ങനെ നമ്മളും വേണ്ടിയില്ല. പക്ഷെ പൈസ പിടിച്ചാൽ മാന്യത എന്ന് പറയുന്നത്, വാക്സിൻ ചലഞ്ചിന് വേണ്ടി പിടിച്ച പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ അടച്ചിട്ട് വേണം ഫോം 16 ഒപ്പിട്ട് തരാൻ. 10 കോടി രൂപ പിടിച്ചു. ഇവര് പണ്ടൊരിക്കലേ ഇവിടുത്തെ ഒരു ഉന്നതൻ വക മാറ്റി ചെലവാക്കി 20 കോടി രൂപ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനിവിടെ വന്ന് പ്രസംഗിച്ചു എന്നും പറഞ്ഞ് അവർ 20 കോടി വക മാറ്റി എന്ന് പറഞ്ഞ് നമ്മളൊന്നും അറിയാതെ പറ്റിപ്പോകെ. വക മാറ്റമൊന്നും ചെയ്തേക്കില്ലായിരുന്നു. അവർക്കൊക്കെ പറ്റും, നമുക്കൊന്നും പറ്റില്ല. ഉന്നതർക്ക് എന്തും വക മാറ്റാം. എന്നിട്ട് 10 കോടി ബോർഡിന്റെ ഫണ്ടിൽ നിന്നും കൊടുത്തു വക മാറ്റി. KSEBയുടെ ഫണ്ടിൽ നിന്നും ഡെലിഗേഷൻ ഓഫ് പവറിന് അപ്പുറം ഒരു പൈസ ചെലവാക്കണമെങ്കിൽ ഫുൾ ബോർഡിന്റെ തീരുമാനം വേണം, ജനറൽ ബോഡിയുടെ തീരുമാനം വേണം. അതൊന്നും എടുക്കാതെ ചെലവാക്കിയിരിക്കുന്നു. എനിക്ക് തന്ന മറ്റൊരു ഉത്തരവിൽ പറയുന്നത്, കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 181 അനുസരിച്ച് ഞങ്ങൾ 10 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് വക മാറ്റിയെന്നാണ്. കമ്പനീസ് ആക്ടിന്റെ 181 പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 3 വർഷങ്ങളിലുള്ള ലാഭത്തിന്റെ 5% CSR ഫണ്ട് കൊടുക്കാമോ? അതിനിവിടെ ലാഭം ഇല്ലെന്നല്ലേ പറയും. അപ്പം ഇവിടെ മൊത്തം വകമാറ്റം, ഇവിടെ മൊത്തം അഴിമതിയാണ്. കാസർഗോഡിൽ സോളാർ പാർക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് 200 മെഗാവാട്ട് സോളാർ പാർക്കാണ് ആര്യാടന്റെ കാലത്ത് സാങ്ഷൻ മേടിച്ച് നമ്മൾ പണി തുടങ്ങി. 1083 ഏക്കർ സ്ഥലത്ത്. അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തു. അതിന് ചുറ്റും വേലി കിട്ടി, എല്ലാം വൃത്തിയാക്കി, നീറ്റാക്കി, ആധാരങ്ങളൊക്കെ കറക്റ്റാക്കി. ആധാരങ്ങളൊക്കെ കറക്റ്റാക്കി. അങ്ങനെ കറക്റ്റാക്കി വന്നപ്പോൾ അപ്പൊ അവിടെ ഒരു സഹാബിന് തോന്നി, ഇതൊരു പാർട്ടി ഗ്രാമമാക്കിയാൽ കൊള്ളാമല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പെട്ടെന്ന് എന്ന് പറഞ്ഞു, സാർ ഇത് നല്ല സ്ഥലമാണ്, പണ്ട് കാടൊക്കെ കാട് കുറുക്കലും തരിയൊക്കെ ആയിരുന്നെങ്കിലും ആ KSEBക്കാരുണ്ടല്ലോ അവര് മിടുക്കന്മാർ, അവരെ സ്ഥലമെല്ലാം നീറ്റാക്കി. അവിടെ നമുക്കിപ്പോ നല്ലൊരു പാർട്ടി ഗ്രാമം കോളേജ് പണിയാം. ഈ പാർക്ക് എന്ത് പാർക്ക്? കേരളത്തിൽ വൈദ്യുതി കൊടുക്കുന്ന ഞങ്ങൾ കാസർഗോഡുകാരെന്തിനാ അങ്ങനെ പാർക്ക് വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞ് ഒറ്റ രാത്രി കൊണ്ട് ഗവൺമെന്റ് ഓർഡർ ഇറങ്ങി പാർക്ക് 200 മെഗാവാട്ട് 50 മെഗാവാട്ടാക്കി കുറച്ചു. അപ്പൊ കേന്ദ്രത്തിന്റെ നിയമമുണ്ട്, സോളാർ ഉത്പാദനം വേണമെന്ന്. അതിനെന്ത് ചെയ്തു? തിരുവനന്തപുരം തൊട്ട് പാറശാല വരെ ഏതാണ്ട് 675 കിലോമീറ്റർ നീളത്തിൽ കേരളത്തിന്റെ മൊത്തം വീതിയിലും വീടിന്റെ മുകളിൽ കൊണ്ട് നിക്ഷേപിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ നഷ്ടമുണ്ടാക്കിയിട്ട് നഷ്ടം മുഴുവൻ ജീവനക്കാരുടെ ബാധ്യതയാക്കി മാറ്റി. പൊതുജന മധ്യത്തിൽ ജീവനക്കാരെ മോശക്കാരാക്കി മാറ്റി. ഇപ്പൊ എവിടെ നോക്കിയാലും KSEB ജീവനക്കാർ കഴിഞ്ഞ ചർച്ച പോയപ്പോ പറയുന്നു ഭയങ്കര സംഭവം നഷ്ടം വരുത്തുന്നു. ഉന്നതമായ വകമാറ്റി വരുത്തുന്ന നഷ്ടത്തിന് പാവപ്പെട്ട ലൈൻമാൻ എന്ന് പഠിച്ചു. അങ്ങനെ ഇത് മുഴുവൻ ജീവനക്കാരുടെ തലയിൽ വെച്ച് ഇതേ ഇപ്പൊ അവസാനം വലിയൊരു ഇടിത്തിൽ വീണിരിക്കുക. അതറിഞ്ഞോ? ഹൈ ടെൻഷൻ ഉപഭോക്താക്കളുടെ യൂണിയൻ കൊണ്ട് ഒരു കേസ് ഹൈക്കോടതി കൊടുത്തു. എന്താണ്? KSEB ജീവനക്കാർക്ക് ശമ്പളം ഇറങ്ങി കൊടുക്കാൻ പാടില്ല, കൂട്ടാൻ പാടില്ല, അവരുടെ ശമ്പള വർഷങ്ങളും പാടില്ല. ഞങ്ങളെയും കക്ഷിയാക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കരാറിൽ ഒപ്പിട്ട 3 സംഘടനകളിൽ CAT1 ATC ഉണ്ട്, കക്ഷിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ പുതിയ നിയമനം പാടില്ല, അവർ കേസ് കൊടുത്തിരിക്കുക.
ഇനിയിപ്പോ നമുക്ക് തന്നെ കേസായിരുന്നു, ഇനിയിപ്പോ അടുത്തൊരു കേസ് കൂടാ. ഇനി അത് വാദിക്കാൻ പോകണം. വാദിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ പോയില്ലേ, എക്സ്പാർട്ടി വിധി വന്ന പോയി. കേരളത്തിലെ പ്രമുഖ ഒരു വക്കീലാണ് അവർക്ക് വെച്ചേക്കുന്നത്. അപ്പൊ ഇവര് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കെ ഫോണിന്റെ പേരിൽ കുറെ എഴുതുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോ ഇവിടെ പറയാൻ സമയമില്ല. കെ ഫോണിന്റെ സാധനങ്ങൾ വന്നത് ടെസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാവോ? കെ ഫോണിന്റെ വന്ന സാധനങ്ങൾ ടെസ്റ്റ് ചെയ്തത് വീഡിയോ ഇക്കൂടാ. ഹരിയാന സാധനം ഇരിക്കും, ഇവിടെ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിൽ കൂടി ഇങ്ങനെ നോക്കും. ഓക്കെ, നല്ല വയറാണ്, നല്ല സാധനമാണ്, ടെക് ടെക് ടെക്, ഓക്കെ, പേയ്മെന്റ് റെഡി, ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ്. ഈ സാധനം ഹോങ്കോങ്ങിൽ നിന്ന് കൊണ്ടുവന്നു. ഹോങ്കോങ്ങിൽ നിന്ന് കൊണ്ട് ചൈന കൊണ്ടു. ഇവിടെ പറഞ്ഞില്ലേ, ഇന്ത്യ, അമേരിക്ക, പിന്നെ ഏതാണ്ടൊക്കെ രാജ്യങ്ങൾ ചൈനയെ ഉപദ്രവിക്കുന്നു. ഒരു നേതാവ് പറഞ്ഞ കേട്ടായിരുന്നല്ലോ. അപ്പൊ ചൈനയിൽ നിന്ന് സാധനം കൊണ്ടുവരാനുള്ള വ്യഗ്രതയെ പെട്ടെന്ന് ഇറക്കുക. അപ്പൊ സാധനം മുഴുവൻ പെട്ടെന്ന് പൈസ കൊടുക്കാൻ വേണ്ടി ഓൺലൈനിൽ തന്നെ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഓൺലൈനിൽ ടെസ്റ്റ് ചെയ്താണ് ഇപ്പൊ പോസ്റ്റ് എല്ലാം വിളിക്കുന്നത്. ഇപ്പൊ പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ നമ്മൾ ഫീൽഡിൽ ജോലി ചെയ്യുന്നതിലേക്ക് ചെറിയൊരു അവതരണം. നമ്മുടെ ഒരു ഭാരവാഹി പണ്ട് രാവിലെ കൂടി എഴുന്നേറ്റപ്പോൾ മൊബൈലിനകത്ത് ഒരു കവിത കണ്ടു. ചിലതൊക്കെ നല്ല പ്രാസമുള്ള കവിതയാണ്, പെട്ടെന്ന് അങ്ങ് ലൈക്ക് അടിക്കും. പുള്ളി കവിതയാണ് ലൈക്ക് അടിച്ചു. പിന്നല്ലേ അറിയുന്ന കവിതയ്ക്കകത്ത് രണ്ട് വാക്കുണ്ടായി. ഒന്ന് ഇരട്ടച്ചണ്ട്, മറ്റൊന്ന് ആശ. പാവപ്പെട്ടവരൊന്നും കണ്ടില്ല. രാവിലെ നല്ല പ്രാസമൊത്ത കവിതയാ, പുള്ളി കണ്ടിരിക്കു. പുള്ളിയുടെ രണ്ട് ഇംഗ്ലീഷിൽ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ലൈക്ക് അടിക്കാനൊന്നും പാടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇവിടെ കോടികളുടെ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇൻഷുറൻസ് ഉണ്ടോ അറിയാവോ? എല്ലാവരും പൈസ കൊടുത്തു, പക്ഷെ നമുക്ക് ഇൻഷുറൻസ് ഒന്നും ഇല്ല. 2020 നമ്മൾ ഇന്നെല്ലാം 1020 രൂപ വെച്ച് പിരിച്ചു. 1020 രൂപ വെച്ച് പിരിച്ചിട്ട് 3,20,00,000 രൂപ. പാപഭാര തൊഴിലാളികൾ ഏൽക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. KSEB സെക്ഷൻ ഓഫീസ് ഇപ്പൊ പുതുതായിട്ട് പണിയാറില്ല. പുതിയ സെക്ഷൻ ഓഫീസ് ഒന്നും KSEB ഇപ്പൊ പണിയാറില്ല. കാരണം വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വൈദ്യുതി ഭവൻ പണിയും, അതിനകത്ത് സെക്ഷൻ കെട്ടിടം കൊടുക്കും. അങ്ങനെയാണ്. അല്ലാതെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണം, എനിക്കറിയില്ല. പുതിയ സെക്ഷൻ സ്ഥലം മേടിച്ചിട്ട് പണിയാറില്ല. കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ 12 സെന്റ് സ്ഥലം 62 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു. ആധാരം ഉൾപ്പെടെ 82 ലക്ഷം രൂപയായി. അതിനകത്തൊരു കെട്ടിടം ഉണ്ടായിട്ടും സെക്ഷൻ ഓഫീസ് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഇടിഞ്ഞു വീണാൽ ജീവനക്കാരുടെ തലയിൽ വീണാൽ ഇൻഷുറൻസ് കൊടുക്കണം. അങ്ങനത്തെ ഒരു സ്ഥലവും കെട്ടിടവും കൂടെ മേടിച്ചു. ആ സ്ഥലം വെറുതെ കിടക്കുന്നു. സെക്ഷൻ ഓഫീസ് വാടകയ്ക്ക് വേറെ പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ ഞാനിപ്പോ അറിയുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. നിരവധി സാമ്പത്തിക ദൂർത്താണ് നടക്കുന്നത്. KSEBയുടെ അസറ്റ് സംബന്ധിച്ച് ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പൊ ഏതാണ്ട് ആയെന്ന് പറയുന്നു, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. ഹൈലൻഡ് ടൂറിസത്തിന് സ്ഥലം കൊടുത്തു. ഹൈലൻഡ് ടൂറിസത്തിന് ലീസിന് പല സ്ഥലത്തും സ്ഥലം കൊടുത്തിരിക്കുകയാണ്. അവിടെ നിയമനം നടത്തുന്നത് ആരാണ്? ആർക്കാണ് അവിടെ നിയമനം ലഭിക്കുന്നത്? കെഫോണിൽ നിയമനം ലഭിക്കുന്നത് ആർക്കാണ്? ചാർജിംഗ് സ്റ്റേഷനിൽ നിയമനം ലഭിക്കുന്നത് ആർക്കാണ്? അപ്പൊ നിരവധി മേഖലകളിൽ KSEBക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, അത് തൊഴിലാളികളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ എതിർത്തി. കേരളത്തിലെ 14 ജില്ലകളിലുമായി പ്രതിഷേധ ധർണ ഇതുപോലെ നടക്കുക. ഈ തിരുവനന്തപുരത്ത് തന്നെ നമുക്കറിയാം, കഴക്കൂട്ടം, മറ്റേ ശ്രീകാര്യം, അവിടെ ഒന്നും ഷിഫ്റ്റ് അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? സിറ്റിയുടെ ഭാഗമാണ്. ഇപ്പൊ തിരുവനന്തപുരം സിറ്റി എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടമാണ്, അല്ലേ? തിരുവനന്തപുരം സിറ്റി ഇപ്പൊ കഴക്കൂട്ടമാണ്. അവിടെ ഷിഫ്റ്റ് അല്ല. ഇവിടുത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ. ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് അവിടെ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തണം. അതിനൊന്നും ആൾക്കാർക്ക് സമയമില്ല.
അപ്പൊ CA റെഗുലേഷൻ അനുസരിച്ച് കോടതി വിധിയുടെ പേരിൽ കോടതി വിധി അനുകൂലമായിട്ട് വന്നിട്ടും ഇളക്കാത്തവർക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകും. ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വിഷയം ഏതായാലും ഹൈക്കോടതി വിധി പറയാനിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് ഞാൻ പറയുന്നില്ല. ഓൺലൈൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷം ടെസ്റ്റിംഗ് നടത്തിയതിനു ശേഷമേ അംഗീകാരമുള്ള യൂണിയനുള്ള സാന്നിധ്യത്തിൽ ടെസ്റ്റിംഗ് നടത്തിയതിനു ശേഷം മാത്രമേ ട്രാൻസ്ഫർ നടക്കാൻ നമ്മൾ അനുവദിക്കൂ. സാമ്പത്തിക കടക്കണിയിൽ നിന്നും KCB രക്ഷിക്കാൻ മാനേജ്മെന്റ് എന്ത് തീരുമാനമെടുത്താലും, എന്ത് തീരുമാനം എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ മേൽ കയറുന്ന തീരുമാനമല്ല, അഴിമതിക്കാരെ തുറക്കിലടക്കാനോ ശിക്ഷിക്കാനോ എന്ത് തീരുമാനമെടുത്താലും എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കും. ഈ സ്ഥാപനം നിലനിൽക്കേണ്ടത്, ഇത് പൊതുമേഖലയിൽ തന്നെ നിലനിന്ന് പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇനിയും ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ ഇവിടെ കാണും, ഞങ്ങൾ ജാഗരൂകരായിരിക്കും. അതുകൊണ്ട് ആരഴിമതി നടത്തിയാലും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് MS റാവുത്തറുടെ കാലം മുതലേ കേരള എലക്ട്രിസിറ്റി പോലീസ് കോർപ്പറേഷൻ എന്ന് ഞാൻ അറിയിക്കുന്നു. ഈ സമരത്തിൽ വന്ന ഇവിടെ ഇന്ന് തന്നെ വന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ UDFന്റെ ജനറൽ സെക്രട്ടറി ശ്രീ കണ്ണൂർ സുരേഷിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ദുർഗി സാർ, ശ്രീ സജീവ്, മറ്റ് സ്നേഹസമ്പന്നരായ KECയുടെ സമര ഫലങ്ങൾ, ഈ പ്രതിഷേധ ധർണയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഞാൻ അത്തരം സംഗതിയിലേക്കൊന്നും കടക്കുന്നില്ല. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ സമരത്തിൽ, ഈ ധർണയിൽ വരാൻ പോകുന്ന സമര പരിപാടികളിൽ ഞങ്ങളോട് എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒത്തിരി ജീവനക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാം കൂട്ടായ ഒരു സമര പരിപാടികളോ പ്രതിഷേധമോ കൂട്ടായത് ഉണ്ടാകുവാൻ പോവുകയാണ്. അതിലെല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ സംസ്ഥാനത്തെ 14 ജില്ലകളിൽ ഇന്നലെ, തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി 13 ജില്ലകളിൽ ഇന്നലെ പ്രതിഷേധ ധർണയുണ്ടായിരുന്നു. ഇന്നലെ കൊല്ലത്ത് നടന്ന ധർണയിൽ ഞാൻ പങ്കെടുത്തു. ഇത് ഒരു സൂചന മാത്രമാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നതിനോടൊപ്പം മാർച്ച് 28, 29 തീയതികളിൽ പൊതു പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും എന്റെ ബഹുമാന്യരായ KECയുടെ പ്രവർത്തകർ ഇന്നു മുതൽ ആരംഭിക്കണമെന്നും അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ, ജീവനക്കാരെയും ബോധവൽക്കരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേക നന്ദി UDFന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി രേഖപ്പെടുത്താനുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ സമ്മേളനം, നമ്മുടെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്ന് അറിയിച്ചിരുന്ന ശ്രീ മുരളീധരൻ MP, അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് മുഖ്യപ്രഭാഷണം നടത്തിയ സിബിക്കുട്ടി ഫ്രാൻസിസ് സാർ, കഴിവൽ സുരേഷ് സാർ, സജീവ് സാർ, ഡിജി സാർ, അതേപോലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രതിഷേധ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള KECയുടെ പ്രവർത്തകർ എല്ലാവർക്കും ഒരുമിച്ച് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.